ക്വാളിറ്റി, ആ ഫിനിഷിങ്, ആ പ്രൊഫഷണലിസം നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ആ ഒരു ഇതുപോലുള്ള സാധനത്തിൽ ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ സാധനം ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. അതിലേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഫാമിങ്ങിൽ മാത്രമല്ല, ഈവൻ ഇതുപോലുള്ള കാര്യത്തിലും അത് തന്നെയാണ്. യെസ്, കൈപ്പള്ളി. വൈൽ റിമൈനിങ് ഓൺ സെയിം സബ്ജക്ട്, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു സേവനം നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് കോപ്പി ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പം വേറൊരു ആളായിരിക്കും അത് തുടങ്ങിയത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ ഇങ്ങനെ ഫോൺ കോൾ നടത്തി ആൾക്കാരെ വിളിച്ച് സംസാരിക്കുന്നു, എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് അത് പ്രത്യേകിച്ചും മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചാനൽ നമുക്കറിയാമല്ലോ. അപ്പം ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ സംസാരിച്ച് അത് വേറൊരാൾ അതേപോലെ അതേ രീതിയിൽ പകർത്തുന്നു, അതേ ഫോർമാറ്റ് പകർത്തുന്നു. പക്ഷേ ഈ ആദ്യം ചെയ്ത വ്യക്തി ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുന്നു, സബ്സ്ക്രിപ്ഷൻ നല്ലതുപോലെ കൂടുന്നു, ആൾക്ക് ഭയങ്കരമായ റീച്ച് കിട്ടുന്നു, ചാനൽ ചർച്ചകളിൽ അദ്ദേഹത്തിന് വിളിക്കുന്നു. അപ്പോൾ അയാളുടെ ഇമേജ് ഭയങ്കരമായിട്ട് കഴിഞ്ഞ ഒരു 3-4 വർഷത്തിനിടയിൽ ഭയങ്കരമായിട്ട്, 3-4 ആയിട്ടില്ല, എനിക്ക് തോന്നുന്നൊരു ഈ പറഞ്ഞ ആള് ഭയങ്കരമായിട്ട് ജനങ്ങളുടെ ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരാൾ. അയാളുടെ ഇമേജ്, ഈസ് ഓൾസോ ചാമിങ്, അയാളുടെ പ്രോഡക്റ്റ് വളരെ നല്ല, അയാളുടെ സർവീസ് നല്ല രസമാണ്. പക്ഷെ മറ്റേ ആളെന്ന് പറഞ്ഞാൽ ഭയങ്കര അയാൾ ഈ രണ്ടാമത് പോപ്പുലറായ ആളിനെക്കാളും നേരത്തെ പരിപാടി തുടങ്ങിയ ആളാണ്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡള്ളാണ്, സെൽഫ് ഡെപ്രിക്കേറ്റിംഗ് ആയിട്ടുള്ള ഒരു തമാശയോ ഒന്നും പുള്ളി പറയാനില്ല, ഹ്യൂമർ ഇല്ല. ജനങ്ങൾക്ക് കുറച്ച് ഡള്ള് ബോറിംഗ് ആയിട്ട് തോന്നുന്നു. മുമ്പുണ്ടായിരുന്നതിനേക്കാളും സബ്സ്ക്രൈബർ ഇപ്പോൾ അയാൾ തന്നെ വന്ന് കുത്തി പറയുന്ന പോലെ ഉണ്ടല്ലോ. ഞാൻ ബിസിനസിനെ പറ്റി പറഞ്ഞുതരാണ്. എന്നിട്ട് നമ്മൾക്ക് 1 രൂപയെങ്കിലും ഇത് വഴി, ഇപ്പൊ 1 പൈസ എങ്കിലും നമ്മൾ ആൾക്കാരുടെ ഈ പ്രേക്ഷകരെന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ടതാണ്. പ്രേക്ഷകർ ഏറ്റവും വിലപ്പെട്ടതാണ്. കാരണം അവരുടെ സമയം ചെലവാക്കിയാണ് അവർ ഈ പരസ്യം കാണുന്നത്. അവർ പരസ്യം കാണുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ചാനൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലേ, പ്രേക്ഷകനും കണ്ടന്റ് പ്രൊഡ്യൂസറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. അല്ലാതെ നീ കസ്റ്റമറിൻ്റെ അടുത്ത് പറയണ നീ എൻ്റെ കച്ചവടത്തിൽ കയറണ്ട, നീ എൻ്റെ കടയിൽ കയറി ചായ കുടിക്കണ്ട എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണത്. എത്ര സൗമ്യമായിട്ട് നീ അത് പറഞ്ഞാലും, ഇത് കേട്ടോണ്ടിരിക്കണം, നിനക്കറിയാം നീ ആരെ പറ്റിയാണ് ഞാൻ പറയണമെന്ന്. എത്ര സൗമ്യമായിട്ട് നീ പറഞ്ഞാലും, എത്ര മധുരത്തിൽ പറഞ്ഞാലും എനിക്ക് നിന്റെ സേവനം വേണ്ട, വന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും എന്ന് പറയുന്നത് ഇത്രയും കാലം നിന്നെ കേട്ടോണ്ടിരുന്ന ഈ 1.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ നീ അവരെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ പറയുന്നത് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയാണ്. നമ്മൾ പറയുന്നത് ഈ ലോകത്തുള്ള എല്ലാവരും കേൾക്കണം, മാക്സിമം ആൾക്കാർ കേൾക്കണം. ഞാൻ ഇത് കളിക്കണില്ല, എനിക്കിത് വേണ്ട, അയ്യോ എനിക്ക് അവനെ കണക്ക് പോപ്പുലർ ആവാൻ പറ്റില്ല, അയ്യോ ഇനി ഞാൻ കളിക്കണില്ല. അതുമാതിരി മറ്റേ പരിപാടിയാണ് ഈ സ്കൂളിൽ പിള്ളേർ തമ്മിൽ പിച്ചി മാന്തി എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നത്. നീ ആദ്യം പഠിക്ക്, കച്ചവടം ചെയ്യാൻ പഠിക്ക്. പിന്നെ ഒരു കാര്യം, രണ്ടാമത്തെ പോയിന്റ് നീ പഠിക്കേണ്ട കാര്യം, നീ ബിസിനസ് ചെയ്യണമെന്നാണ് പറയുന്നത്. നെവർ ടോക്ക് ഷിറ്റ് അബൌട്ട് അനദർ പേഴ്സൺസ് പ്രോഡക്റ്റ്. ഡോണ്ട് ടോക്ക് ഷിറ്റ് അബൌട്ട് സംബഡി എൽസസ് സർവീസ്. നീ നിന്റെ സർവീസ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്ക്, നിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്ക്. നീ നല്ലൊരു ക്യാമറ വാങ്ങിക്ക്, ഈ കാശ് ചിലവാക്കി ഇതൊക്കെ ചെയ്യണമല്ലോ, നല്ല ക്യാമറ വാങ്ങിക്ക്, എഡിറ്റ് ചെയ്യാൻ പഠിക്ക്, വീഡിയോ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പഠിക്ക്. അല്ലാതെ വന്നിരുന്നിട്ട് കൂശുമ്പും കുന്നായ്മയും പറയലല്ല വേണ്ടത്. മനസ്സിലായാ പറഞ്ഞത്?